വയറ് വീർത്തിരിക്കുന്ന കണ്ടില്ലേ? അല്ലെങ്കില് വയറ് താന്നിരിക്കുന്നില്ലേ? അപ്പൊ ഇത് ഡെഫിനറ്റ്‌ലി പെൺകുഞ്ഞായിരിക്കും. അല്ലെങ്കില് ഇപ്പം സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പൊ ഡെഫിനറ്റ്‌ലി പെൺകുഞ്ഞാണ്. അല്ലെങ്കില് സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആൺകുഞ്ഞായിരിക്കും. കാരണം പെൺകുഞ്ഞായിരുന്നെങ്കില് നമ്മുടെ ബ്യൂട്ടിയൊക്കെ സ്റ്റീൽ ചെയ്തോണ്ട് പോയേനെ. ഇതൊക്കെ നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഡയലോഗ്സ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പം ഈവൻ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട്, "ഡോക്ടറെ ഹാർട്ട് റേറ്റ് എത്രയുണ്ട്?" ഒരു 140, 150ക്ക് മേളിലാണെങ്കിൽ പെൺകുഞ്ഞായിരിക്കുമല്ലോ അല്ലേന്ന്. അപ്പോൾ ഇൻഫാക്ട് ഇതിലൊന്നും ഒരു സയന്റിഫിക് എവിഡൻസ് ഇല്ല. കാരണം ഒന്നാമത് നമ്മുടെ ബെല്ലിയുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദറിൻ്റെ അബ്ഡോമിനൽ ടോണാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വയറങ്ങനെ എടുത്ത് കാണിക്കില്ല. പിന്നെ പിന്നെ വയറ് മസിൽ ലൂസ് ആകുമ്പോൾ അടുത്ത പ്രഗ്നൻസിയിൽ കുറച്ചുകൂടെ പ്രൊട്രൂഡ് ചെയ്യും. പിന്നെ ഈവൻ ബേബി കമന്നാണോ നേരെയാണോ കിടക്കുന്നതനുസരിച്ചും ഷേപ്പ് മാറും. ഇനി ഹാർട്ട് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കില്, ബേബിയുടെ ഹാർട്ട് റേറ്റ് ത്രൂ ഔട്ട് പ്രഗ്നൻസി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം അമ്മയുടെ ഒച്ച കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് ഉറങ്ങുമ്പോൾ, കളിക്കുമ്പോഴൊക്കെ ഹാർട്ട് റേറ്റ് നല്ലോണം വേരിയേഷൻ വരണം. ദാറ്റ് ഈസ് നോർമൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രഡിക്ഷൻ പോസിബിൾ അല്ല. ക്രേവിങ്സും അല്ലെങ്കിൽ ഗ്ലോ എന്നൊക്കെ പറയുന്നത് ഹോർമോൺ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ അതിനും ജെൻഡറുമായിട്ടൊരു കണക്ഷനൊന്നും ഇല്ല. നമുക്ക് ആണാണോ പെണ്ണാണോ ഡെഫിനിറ്റ്ലി അറിയണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ ബിഫോർ ഡെലിവറി. അത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അപ്പോൾ നമുക്ക് ഡെലിവറി വരെ ഡെഫിനിറ്റ്ലി ഗെസ്സിങ് ഗെയിംസ് കണ്ടിന്യൂ ചെയ്യാം. 50% ചാൻസ് ഉണ്ട് നമ്മുടെ ഗെസ് കറക്റ്റ് ആവാനായിട്ട് അല്ലേ?